നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. കൗരവന്മാർ 100 പേരും അവരുടെ സഹോദരി ഭർത്താവ് ജയദ്രഥനും എല്ലാം യവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അങ്ങനെ പാണ്ഡവന്മാർ 5 പേരുമുണ്ട്. പക്ഷേ അവർക്കും വളരെയധികം നഷ്ടങ്ങളുണ്ടായി. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ 2 ഭാഗത്തും ഇത് നഷ്ടങ്ങളുണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ. എന്തായാലും രാജ്യം പാണ്ഡവർക്ക് കിട്ടി. പക്ഷേ മൂത്ത സഹോദരനായ യുധിഷ്ഠിരന് അഥവാ ധർമ്മപുത്രർക്ക് യാതൊരു സന്തോഷവുമില്ല. അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാൻ തോന്നുന്നില്ല. അതുതന്നെയല്ല, ഉണ്ണാനും ഉറങ്ങാനും ഒന്നിനും അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം വളരെ ചിന്താകുലനായി, വളരെ വിഷമിച്ചു. എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നില്ലേ, ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവ് എത്തിച്ചേർന്നു. വേദവ്യാസ മഹർഷി വന്നു. അദ്ദേഹം വളരെയധികം ഉപദേശിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു മാറ്റവുമില്ല. അദ്ദേഹത്തിനൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ എല്ലാം പറഞ്ഞു നോക്കി, അവിടെയും ഒന്നും പറ്റുന്നില്ല. ഉടനെ തന്നെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ നേരെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം മാത്രമല്ല, പാണ്ഡവന്മാരും പാഞ്ചാലിയൊക്കെ ഉണ്ട് കൂടെ. എല്ലാവരും കൂടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തി. അവിടെ ശരശയ്യയിൽ പിതാമഹൻ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഇവരെ കൊണ്ടുപോയത്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം ശരിക്കും കരഞ്ഞു. ഇത് കണ്ടിട്ട് യുധിഷ്ഠിരൻ എന്താ വിചാരിച്ചതെന്നറിയാമോ? ഈ വേദന അനുഭവിച്ചല്ലേ കിടക്കണേ, ഇത്രയും ശരം ശരീരത്തിൽ കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും കരയുന്നത്. അല്ലെങ്കിൽ ഇനി ഞങ്ങൾ അദ്ദേഹത്തോട് ചെയ്തു തോർത്തിട്ട്, അതായത് ഇദ്ദേഹത്തെ ഇങ്ങനെ ഈ ശരശയ്യയിൽ കിടത്തിയത് പാണ്ഡവരാണല്ലോ, ആ സങ്കടം കൊണ്ട് കരയുമായിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഇവരോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഉണ്ണി യുധിഷ്ഠിര, നിങ്ങളുടെ കൂടെ ഈ കൃഷ്ണൻ ഇത്രയും കാലം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. നിങ്ങൾ വിചാരിച്ചു അദ്ദേഹം നിങ്ങളുടെ ബന്ധുവാണ്, നമുക്ക് ഏത് ആപത്തിൽ നിന്ന് നമ്മളെ സഹായിച്ച് രക്ഷിക്കുന്ന ബാന്ധവനാണ്, അതുപോലെ തന്നെ സുഹൃത്താണ്, പിന്നെ ഓരോ ബന്ധങ്ങൾ, മാതുലനാണ്, അല്ലെങ്കിൽ സഹോദരനാണ്, അല്ലെങ്കിൽ അളിയനാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു ഇതിൽ നിങ്ങൾ കണ്ടുള്ളൂ. അദ്ദേഹം ശരിക്കും ആരാണെന്ന് നിങ്ങളാരും മനസ്സിലാക്കിയില്ല. അതാണ് ഒരു വിഷമം, എനിക്കുള്ള ഈ വിഷമം എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ വിഷമതകളൊക്കെ പറഞ്ഞു. കാരണം പിതാമഹ, എനിക്ക് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കുറ്റബോധം കൊണ്ട് നീറുകയാണ് എന്ന് പറഞ്ഞു. കാരണം യുധിഷ്ഠിരൻ്റെ കുറ്റബോധം നാം ഒന്ന് അറിയണം. അദ്ദേഹം ധർമ്മപുത്രനാണ്, ധർമ്മിഷ്ഠനാണ്, എല്ലാ കാര്യങ്ങളും ധർമ്മത്തിൻ്റെ മാർഗങ്ങളിൽ കൂടി മാത്രമേ ചെയ്യുകയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിനറിയാം ഈ യുദ്ധത്തിൽ യുദ്ധനീതിക്ക് നിരക്കാത്തതാണ് പാണ്ഡവർ ചെയ്തതെന്നൊക്കെ. ഒന്നാമതായിട്ട് നമ്മുടെ ദ്രോണരുടെ മരണം. ദ്രോണരെ യുധിഷ്ഠിരനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചിട്ടല്ലേ, അതായത് അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞു കുഞ്ചരാന്ന്. ഇദ്ദേഹം കേട്ടുമില്ല. ദ്രോണരെ കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു മനപ്രയാസം ഉണ്ടാവുകയില്ലായിരുന്നു. പക്ഷേ അത് കേൾക്കാത്തത് കൊണ്ട് സ്വന്തം മകൻ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു വിഷമത്തിൽ അദ്ദേഹം 1 മിനിറ്റ് നേരം ഒന്ന് സ്വന്തം മകൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ഒരു വിഷമമില്ലാതെ വരിക? അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് വിട്ടുപോയി. അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്നറിയാതെ കർത്തവ്യതാമൂഢനായിട്ട് ആ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നുപോയി. ആ സമയത്ത് ധൃഷ്ടദ്യുമ്നൻ ഒരൊറ്റ അമ്പ് നെയ്തു.
അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞു. ഈ ഭീഷ്മ പിതാമഹനോട് എങ്ങനെയാണ് പെരുമാറിയത്? ശിഖണ്ഡി വന്നു നിന്നു. ശിഖണ്ഡിയെ കണ്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ നോക്കില്ല എന്ന്. വന്നു നിന്നു. അത് കണ്ടുകൊണ്ട് വേഗം അദ്ദേഹം തല തിരിച്ചു, അല്ലെങ്കിൽ മുഖം തിരിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറത്തേക്കാണ് അമ്പ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം ശരശയ്യയിലായിരുന്നത്. അത് കഥ അത് തന്നെയല്ല, ഈ കൗരവന്മാരിൽ പ്രമുഖരെയെല്ലാം ഇങ്ങനെ ഓരോരോ തന്ത്രങ്ങളിൽ കൂടെയാണ് വധിക്കാൻ സാധിച്ചത്. നമുക്കറിയാം ദുര്യോധനെ എങ്ങനെയാണ് കൊന്നത്? തുടക്കടിച്ചിട്ടാണ് കൊന്നത്. ഒരിക്കലും ഈ ഗദായുദ്ധത്തിൽ അരയ്ക്ക് കീഴെ അടിക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷെ അതിനെ ഖണ്ഡിച്ചാണ് ഇവിടെ പെരുമാറിയത്. അതുപോലെ തന്നെ കർണൻ്റെ രഥചക്രം ഭൂമിയിൽ താഴ്ന്നപ്പോഴാണ് ആ ഒരു വിഷമാവസ്ഥയിലാണ് അദ്ദേഹത്തിനെ കൊന്നത്. പിന്നെ അതുപോലെ തന്നെ ദുശാസനനെ മാറു പിളർന്നിട്ടാണ് കൊന്നത്. ഇങ്ങനെ എല്ലാം അനീതി ആണ് ചെയ്തതെന്നും അങ്ങനെയാണ് ഈ രാജ്യം സ്വന്തമായതെന്നും എന്നുള്ള ആ ഒരു ദുഃഖമായിരുന്നു, കുറ്റബോധമായിരുന്നു നമ്മളുടെ യുധിഷ്ഠിരന്. അദ്ദേഹം പറഞ്ഞു, ഈ എല്ലാം നേടിയെങ്കിലും, പിതാമഹനോട് പറഞ്ഞു, എല്ലാം നേടിയെങ്കിലും എനിക്കൊരു സമാധാനവുമില്ല പിതാമഹ. കാരണം അനീതി ഒത്തിരി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാവരും ഇല്ലാതെയായിട്ട് 45 ലക്ഷം ആൾക്കാരാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തതെന്ന് പറയുന്നു. അതിൽ 10 പേര് മാത്രമേ മിച്ചമുള്ളൂ. അപ്പം ഇത്രയും വലിയൊരു കലാമിറ്റി ഉണ്ടായിട്ട് പിന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കുന്നതിൽ രാജാവായിട്ട് എന്താ അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു. ഉടനെ തന്നെ പറഞ്ഞു, ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ഉണ്ണി യുധിഷ്ഠിര, നീ വിഷമിക്കൊന്നും വേണ്ട. ഇതാണ് ലോകത്തിൻ്റെ ധർമ്മനീതി. എനിക്കൊരു വിഷമമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ആ കൃഷ്ണൻ്റെ ഉപദേശം സ്വീകരിച്ച് വേണ്ട വിധത്തിൽ അദ്ദേഹത്തെ വിനിയോഗിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഈ യുധിഷ്ഠിരനോട് വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു രാജാവ് എങ്ങനെ ഭരിക്കണം, ഇങ്ങനെയുള്ള എല്ലാ തത്വോപദേശങ്ങളും ഇദ്ദേഹം ചെയ്ത് യുധിഷ്ഠിരനോട് നമ്മുടെ ഭീഷ്മ പിതാമഹൻ ചെയ്തത് ഈ സമയത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വേദന സഹിച്ച് കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ആ സ്ഥൈര്യം, അല്ലെങ്കിൽ മനത്തിൻ്റെ ആ ബലമുണ്ടല്ലോ, മനോബലം എത്രമാത്രമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും എല്ലാം പറഞ്ഞു. അത് എന്നിട്ട് പറഞ്ഞു, കൃഷ്ണൻ്റെ ഗുണങ്ങൾ ദൈവമായിട്ട് മാത്രമല്ല, അദ്ദേഹം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്ന്, ആ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഗുണങ്ങൾ നമ്മളെല്ലാവരും അറിയണം. നമ്മൾ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തത് ചെയ്യാൻ നമുക്ക് ആർക്കും പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുക, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുക. അതായത് ഭഗവത്ഗീത നന്നായിട്ട് പഠിക്കുക. അത് മാത്രമേ നമ്മൾക്ക് ഈ മനോബലം കിട്ടാനും ഒക്കെയുള്ള മാർഗമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.